പോകാനാണ്. നമ്മൾ 1 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ വണ്ടി. നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മളിത് റോഡ് ലീഗൽ അല്ല, നമ്മൾ പകരം സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. ഇനിയും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയും എന്ത് ദുരന്തം, കേരളത്തിൽ എന്ത് പ്രളയമോ കാര്യങ്ങളോ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഈ ഹമ്മർ അതിന്റെ മുന്നിൽ കാണും. നമ്മൾ അതിനുവേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. ഈ വണ്ടിയുമായിട്ട് ഈ പ്രളയത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് ജോജി തമ്പിയും കൂട്ടുകാരും. ഇതൊന്നും എനിക്ക് പുത്രിയല്ല, ഞാനിതത്ര കണ്ടേക്കണം. അങ്ങനെ ഇവര് പ്രളയത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി. ഈ വണ്ടി വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുന്ന വീഡിയോ നല്ല വൈറലാണ്. ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവണം. അക്കൂട്ടത്തിൽ ചില വീഡിയോകളാണ് പ്രശ്നമായത്, ചില ആളുകളെ ചൊടിപ്പിച്ചത്. നിനക്ക് മാത്രം എന്താടാ എന്നോട് ഇത്ര പ്രശ്നം? ഇവിടെ വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഭയങ്കര മോശം കമന്റ്സ് ആണ് ഇവർക്കെതിരെ. ഭയങ്കര ഒരു നെഗറ്റീവ് സാധനമാണ് വരുന്നത്. കമന്റ് സെക്ഷൻ മാത്രമല്ല, പല പോസ്റ്റുകളും കണ്ടു ഇവർക്കെതിരെ. അക്കൂട്ടത്തിൽ ഒരു പോസ്റ്റാണ്, ജോജി തമ്പിയുടെ ഫോട്ടോ വെച്ചില്ല, അതിന് പകരം പട്ടിയുടെ തലയാണ് വെച്ചേക്കുന്നത്. വെള്ളപ്പൊക്കം വന്നപ്പോൾ ആൾക്കാരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഷോ ഊമ്പാൻ ഇറങ്ങിയ ഒരു നിർഗുണമാണോ? ഇത് ഇൻസ്റ്റാ ദൈവം ഡാഷ് തമ്പിയുടെ ഫോട്ടോഷൂട്ടാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. വെള്ളത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ മുന്നിൽ ക്യാമറാമാനേനും വെച്ച് രക്ഷിക്കാൻ പോകുന്ന വാണം. ഒരു വണ്ടിയും 16 ആളുകളെയും കൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് എവിടാണോ ആള് കയറാനാ? ഇവർ ഈ വണ്ടിയുടെ മുകളിൽ ഇത്ര ആളുകളെ കയറ്റി പോകുന്ന സമയത്ത് വരുന്ന കമന്റാണ്, ഇവൻ വണ്ടിയിൽ 10 പേരെ കൊണ്ട് ചെന്ന് കുപ്പിവെള്ളം കൊടുക്കുന്നു. ഈ കോമാളിത്തരത്തിന് എന്തോ സംഭവമാണെന്ന് വെച്ച് അനുമതി വാങ്ങിക്കൊടുക്കാൻ ഒരു ഊള മന്ത്രിയും. പണ്ടേ ഇവന്റെ പട്ടിഷോ കണ്ട് അൺഫോളോ ചെയ്തു. ഗിവ് അവേ കൊടുത്ത് ജീവിച്ചു പോണ ഒരു പട്ടിഷോ കാണിക്കണം, കുറെ ഫോളോവേഴ്സ് ഉണ്ടാക്കണം, സ്വയം ദൈവമാവണം, പോണം. ഈ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് ഇവർക്കെതിരെ വരുന്നത്. എന്തിന്? എനിക്കറിയാൻ പാടില്ല. ഈ കമന്റ് ഇടുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഫസ്റ്റ് കാര്യം, ഇവര് കാരണം ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായോ എന്നുള്ളതാണ്. അവര് ഷോ ഓഫ് കാണിക്കുകയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആർക്കെങ്കിലും ഒരു അരിമണിയുടെ എങ്കിലും സഹായം ഉണ്ടായെന്നുള്ളതാണ് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ അറിയാമോ? വെള്ളം കൊടുക്കാൻ പൊക്കോട്ടെ, അതെന്താ ഉപകാരമല്ലേ? ആ വണ്ടിക്ക് താളെ കയറ്റി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നത് എന്താ ഉപകാരമല്ലേ? എന്താ കാരണം? മനുഷ്യത്വം.